ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. എസ് എൽ അടിച്ചു കേട്ടോ. ഇത് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, 20 പിപ്പിൻ്റെ. കുഴപ്പമില്ല. തട്ടണ വരെ വെയിറ്റ് ചെയ്തിരിക്കുക, അടുത്തൊരു ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഷോട്ട് എടുക്കുക. എങ്ങനെയും എടുക്കുക. ഇവിടെ എസ് എൽ വരണം. ട്രേഡും കൂടി എടുത്ത് കേട്ടോ. ഇന്നത്തെ 3ാമത്തെ ട്രേഡ്. 2 എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇത് തന്നെയാണ്, 20% കിട്ടിയാണ് പോയത്. ഒരെണ്ണം ഡയറക്റ്റ് എസ് എൽ. അടുത്ത ട്രേഡ് ഔട്ടായി ഗൈസ്, ഔട്ടായി. ബൈ. ഇപ്പല്ല ഒരു ദിവസത്തെ 3 ട്രേഡ് കംപ്ലീറ്റ്. 3 ദിവസമല്ലേ കണ്ടിന്യൂസ് ഒക്കെ എസ് എൽ അടിക്കുമ്പോഴേ നമ്മൾ അനാലിസിസ് ചെയ്തത് കറക്റ്റാണോ ഇല്ലയോ അങ്ങനെ ചില സമയം ചിന്തിച്ചു. നമ്മളങ്ങ് ടെസ്റ്റ് ചെയ്യണം ആശ. അതുപോലെ കുഴപ്പമില്ല, എൻ്റെ തെറ്റാണ്. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ സൈഫയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്കി കാരണം കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ബാക്കി കമ്പ്യൂട്ടറിലൊന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി പോയി ലൈറ്റൊക്കെ ഓണായിട്ട് ഇറങ്ങും. ശരി, എന്നാണ് കാണാൻ കൊള്ളാം അല്ലേ. ട്രേഡിങ്ങിലെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവണത്. എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതാണ് കണ്ടിന്യൂസ് എനിക്ക് ഇത്ര ദിവസം പ്രോഫിറ്റ് വന്നത്. ഒരു ദിവസം എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ. ഞാൻ ഇന്ന് ബൈയുടെ പൊസിഷനിൽ 2 പ്രാവശ്യവും സെല്ലടിക്കേണ്ടടുത്ത് ബൈ അടിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാം നല്ല മൂവ്മെൻ്റ് ആണ്, കട്ട മൂവ്മെൻ്റ് ഉള്ള ടൈമാണ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ല. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇനി അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച കാര്യമില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ പരിപാടി നോക്കുക, മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ചെടിയെ ഉള്ള ഒരു സെറ്റാക്കുക. ഡേ 3 ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെയാണ്. കാല് ഭയങ്കര പൊളച്ചത്. ഇന്നലത്തെ പെട്രോളും എത്തണില്ല. കാല് കോച്ച് പിടിക്കും പോലെ. അയ്യോ, ഇന്ന് ഏകദേശം 7:06 6:56 ഇറങ്ങി. ഏകദേശം 10 മിനിറ്റായി. ഇന്നലെ 9 മിനിറ്റിനകത്ത്, ഇന്ന് 10 മിനിറ്റായി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി കുറച്ചും കൂടി പുഷ് ചെയ്യുക. ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. കാലുണ്ടല്ലോ, നമ്മളങ്ങോട്ട് വീണ്ടും പുഷ് ചെയ്യാൻ സമ്മതിക്കണില്ല. കഴിച്ച് പൊട്ടണ പോലെ. പോട്ടിനി വിചാരിച്ചെന്നും 1.5 മിനിറ്റോളം 1.5-2 മിനിറ്റോളം ഏറ്റേ. പക്ഷെ കുഴപ്പമില്ല, കടയിൽ കയറി ഉണ്ടല്ലേ. കഴിക്കാൻ പോകണം കേട്ടോ. ബോയ്സ് അവർക്ക് എണീറ്റുള്ള തന്നെ ഇപ്പോൾ എന്നെ ഫ്രഷ് ആകട്ടെ. കറി ഉണ്ടാകണം കേട്ടോ. ഈ ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വോയിസ് റെഡിയാക്കി കേട്ടോ. ഇന്ന് ചോക്ലേറ്റിൻ്റെ പൊടി കുറച്ചാണ് കേട്ടോ. മറ്റേ ചവർപ്പ് പോലെ തോന്നി. നേരെ ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈമായി. നേരെ പോയി ഒന്ന് ക്ലോറിനേഷൻ്റെ അവിടെ പോയി നോക്കണം. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ക്ലോറിനേഷൻ്റെ ഇവിടെ ഓക്കെയാണ്. ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ക്ലോറിനേഷന് നോക്കണം, അനാലിസിസ് ചെയ്യണം. അത് തന്നെ. ഇനി അത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോട്ടോ കൂടി എടുത്ത് അയച്ചു കൊടുക്കണം, ഗ്രൂപ്പ് ചെയ്യണം. ഇനി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യണം, സൈഫ. അത് പോയി അഡ്ജസ്റ്റ് ചെയ്യണം, വേറെ കുഴപ്പമില്ല. ഇനി അനാലിസും കൂടി നോക്കണം. ട്രേഡായിരുന്നു കേട്ടോ ഇന്നലത്തെ. നല്ല ഫുൾ എഗൻസ്റ്റ് പോയി എടുത്തന്നേ ഉള്ളൂ, വേറെ ഒന്നും. ചെറിയൊരു പോട്ടിന് പണ്ട് കാര്യമില്ല. ഇന്നത്തെ ട്രേഡ് മൂവ്മെന്റ് ഉണ്ടോന്ന് വെച്ചാൽ നമ്മളൊരു ഇത് ഇടുമല്ലോ, ഇതിന് മുമ്പത്തെ ഒരു ഇത് വെച്ച് അങ്ങനെ വെച്ച് നോക്കിയ ഒരു സുഖമുള്ള ട്രേഡല്ല. 2 ഉണ്ട് നല്ലതെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പോയിന്ന് സൈഫ് അഡ്ജസ്റ്റ് ചെയ്യണം, വേറെ പരിപാടി വരും. കഴിക്കാൻ പോണം കേട്ടോ. മറിച്ച് ചേട്ടാ കണ്ട കുറച്ച് ടൈം എടുത്ത്, പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രഷാണ്. മൂക്കും മണ്ടയൊക്കെ അടഞ്ഞിരിക്കും. പിന്നെ ചെറുതായിട്ട് വല്ലയിടത്തും കഴിക്കണം. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ പമ്പ് റൂമും ക്ലോറിനേഷനും പോയി ഒന്ന് ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. കുഴപ്പമില്ല കേട്ടോ, ക്ലോറിനേഷൻ്റെ ഇവിടെ ഓക്കെയാണ്.
അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി ഇപ്പം ഇവിടെ ചെന്ന് കമ്പ്യൂട്ടറും ചെക്ക് ചെയ്യുക, അനാലിസിസ് ചെയ്യും. കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല, ഇനി അനാലിസിസ് നോക്കിയാൽ മതി. ഗോൾഡ് ഇന്നത്തെ മൂവ്മെന്റ് കൊള്ളായിരുന്നു കേട്ടാ, രാവിലെ തൊട്ടുള്ള അടിപൊളി മൂവ്മെന്റ് ആയിരുന്നു. നല്ലൊരു റാലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡ് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മളെ ടൈമൊന്നും ആയിട്ടില്ല. നമ്മളെ ടൈം ഇനി ആവും പോണേ ഉള്ളൂ. ആ ടൈമിൽ നോക്കി ചെയ്യാം. അത് തന്നെ, വേറെ വലിയ പരിപാടിയൊന്നുമില്ല ഗൈസ്. എഡിറ്റിങ് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉണ്ടെങ്കിൽ കോൾ വിളിച്ച് പറഞ്ഞെങ്കിൽ അതൊക്കെ തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.